ഇന്ന് പറയാൻ പോകുന്നത് ബസ്സിലെത്തിക്ക് എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ കഥയുടെ ബാക്കി ഭാഗം പറയുകയാണ്. എന്റെ പേര് വിനയ്. ഏകദേശം 25 വയസ്സുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ബസ്സിൽ കയറിയത്. അവിടെ വെച്ചായിരുന്നു ഞാൻ ആ സ്ത്രീയെ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ പേരായിരുന്നു മായ. ഏകദേശം 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീ. ബസ്സിന്റെ തിക്കിൽ ഞാൻ കിടന്ന് ഞെരുങ്ങുന്ന കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ആ തിരക്കിൽ തന്നെ അവരും അടുത്തേക്ക് വന്നായിരുന്നു. ആ ടൈമിലായിരുന്നു ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരുകളൊക്കെ പരസ്പരം കൈമാറി. പിന്നെ രണ്ടുപേരും നാട്ടിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ആ ഒരു സമയത്തായിരുന്നു ബസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയത്. എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു. കാരണം ഇത്രയും നേരം പൈസയൊക്കെ ചിലവാക്കിയിട്ട് ഈ ഒരു ദൂരം വരെ യാത്ര ചെയ്തപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ എന്താ പിന്നെ ചെയ്യുക? അപ്പോൾ തന്നെ വേറൊരു വഴിയും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് ഒരു ചെറിയ ഒരു ഹോട്ടലിലേക്ക് പോയി. കാരണം വേറെ ബസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പിന്നെ അവിടേക്ക് പോകാൻ വേറെ നിവർത്തിയൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഇനി ബസ് കിട്ടില്ല, നാളെ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയായിരുന്നു ഞങ്ങൾ ആ വലിയ ഹോട്ടലിൽ റൂം എടുക്കുന്നത്. റൂം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഹോട്ടലിൽ പോയി എല്ലാം നിറവേറ്റി. അതിനുശേഷം തിരിച്ചു വന്നു. ഇനിയുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ മായേച്ചിയാണെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ടും കാര്യങ്ങളൊക്കെ വന്നു. ഞാനാണെന്നുണ്ടെങ്കിലും കുളിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് മായേച്ചി വന്ന് മായേച്ചിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ AC ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ മുറിയിൽ AC ഓണാക്കിയിട്ടു. പെട്ടെന്ന് മായേച്ചി കുളിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ മായേച്ചിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കിടന്നു വിറയ്ക്കുന്ന കണ്ടപ്പോൾ മായേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, "എടാ, നീ ഇന്ന് AC ഒന്ന് കുറച്ചിടണേ, എനിക്ക് നല്ല തണുപ്പടിക്കുന്നുണ്ട്." ഞാൻ പെട്ടെന്ന് AC ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ടു. ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ തന്നെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ മുറിയിൽ ഒന്ന് ശമനമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കട്ടിലിൽ വന്നിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മായേച്ചി വരുമ്പോൾ ആ മുടിയിൽ നിന്നുള്ള വെള്ളവും തുള്ളികളും ഒക്കെ ആ മുറിയിൽ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അതായിരുന്നു ശ്രദ്ധിച്ചത്. പെട്ടെന്ന് നടന്നു വരുന്ന സമയത്ത് തന്നെ എല്ലായിടത്തും നനവ് സ്പർശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ ഒരു തല തോർത്താത്തോണ്ടാണ് തോന്നുന്നു മുടിയിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. കാരണം മായച്ചിക്ക് നല്ല മുടിയും കാര്യങ്ങളുണ്ട്. കൂന്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അര വരെ മുഴുവൻ കൂന്തലിങ്ങനെ കിടക്കുകയാണ്. നല്ല നീളമുള്ള മുടിയാണ് മായച്ചിട്ടത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും തോർത്തിയാലും തീരാത്ത അത്രയും വെള്ളം ആ ഒരു മുടിക്കകത്ത് ഞാൻ അത് കണ്ട സമയത്ത് ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് മായേച്ചി വീണ്ടും ആ ഒരു ടവലെടുത്ത് ഒന്നുകൂടെ തോർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ മായേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, "ഒന്ന് മാറി തരണേ നീ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ" എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി നിന്നു. പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം മായേച്ചി കതകിൽ നിന്ന് മുട്ടി. അതിനുശേഷം ഞാൻ തുറന്ന് അകത്തേക്ക് കയറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മായേച്ചിയെ ഞാൻ കാണുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിലായിരുന്നു. കാരണം ഞാൻ നാട്ടിൻപുറത്തുകാരനായത് കൊണ്ട് തന്നെ, പിന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്രയും ആ ഒരു മോഡേൺ ലുക്കിലുള്ള ആരെയും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ മായേച്ചിയെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ അത്രയും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. കാരണം ആ ഒരു നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളും ഞാൻ സിനിമയിലോ അല്ലെന്നുണ്ടെങ്കിൽ പല റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് മായേച്ചിയെ അങ്ങനെ കണ്ട സമയത്ത് ഞാൻ ഒന്ന് നോക്കി നിന്നു. ആ ടൈമിൽ മായേച്ചിന്റെ അടുത്ത് ചോദിച്ചു, "എന്താ നീ ഇങ്ങനെ നോക്കുന്നേ?" ഞാൻ പറഞ്ഞു, "പെട്ടെന്ന് ഈ ഒരു ഡ്രസ്സിൽ കണ്ട സമയത്ത് ആ സാരി എടുത്തോണ്ട് വന്ന ആളാണെന്ന് എനിക്ക് തോന്നിയില്ല. നല്ലൊരു മാറ്റമുണ്ട്, ഫേസിനൊരു ചേഞ്ചസ്, പിന്നെ ചേച്ചിക്കും നല്ലൊരു ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട്" എന്ന് പറഞ്ഞു. ആ ടൈമിൽ മായേച്ചി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, "എനിക്ക് നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കിടക്കാനാണ് എനിക്കിഷ്ടം. വേറെ ഒന്നുമല്ല, നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ നാട്ടിലും ചൂടാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത്." ഞാൻ പെട്ടെന്ന് ചോദിച്ചു, "മായേച്ചി അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണോ?" അങ്ങനെ ചോദിച്ച സമയത്ത് തന്നെ മായേച്ചി ഏകദേശം എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. "അതെന്താ നീ അങ്ങനെ ചോദിച്ചേ?" "അല്ല, ഈ ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു ചുണ്ടിന്റെ ചുവപ്പും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടും പോയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ്." "അയ്യോ, അത് ആ ഒരു ലിപ്സ്റ്റിക് ഇട്ടതിന്റെ ചുവപ്പല്ല, എനിക്ക് ഓൾറെഡി ഉള്ളതാണ്. ലിപ്സ് അങ്ങനെ ചുമന്നിരിക്കുകയാണ്."
അത് പണ്ടോട്ടെയുള്ള ഒരു ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു. ആണോ എന്ന് ഞാനിങ്ങനെ നോക്കിയിട്ട് ശേഷം മായച്ചിയെ മുഖത്തേക്കൊന്ന് നോക്കി. മായച്ചിയുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളും കാര്യങ്ങളുണ്ട്. അത് ഈ മുഖക്കുരു വന്നിട്ട് ചെറിയ കുഴിയായ പാടുകളാണ്. പക്ഷേ ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഴികളും പാടുകളൊക്കെ വന്നു കഴിഞ്ഞാല് ഒരു 10-35 വയസ്സ് കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ വൃത്തികേടിലേക്കും പോവാം, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. പക്ഷേ മായച്ചിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ മായച്ചിക്ക് ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ആളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നല്ലൊരു നാച്ചുറൽ ലുക്കൊക്കെ ഉള്ള ആളാണ്. പിന്നെ അതേപോലെ തന്നെ ലിപ്സ് ഒക്കെ നന്നായിട്ട് ചുമന്നിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു ഇരുണ്ട കളറും കാര്യങ്ങളും മായച്ചിക്കുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ പക്ഷേ ആ ഒരു ലുക്സും കാര്യങ്ങളും നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാൻ ആ ഒരു ബസ്സിൽ നിന്ന സമയത്തെ മായച്ചിയെ ശ്രദ്ധിച്ചിരുന്നു. അത്യാവശ്യം വണ്ണമുള്ള ഒരു പ്രകൃതമാണ് ആ മായച്ചിയുടേത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റും ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ നല്ലൊരു എടുപ്പായിരിക്കും. സാരിയൊക്കെ ഉടുത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു പോകുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയായിരുന്നു മായച്ചിയും. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെയായിരുന്നു മായച്ചിയുടേത്. ഞാനത് മായച്ചിയോട് തുറന്നു പറഞ്ഞു. ചേച്ചിയെ എനിക്കിപ്പോൾ കണ്ട സമയത്ത് തന്നെ നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്. മറ്റൊന്നുമല്ല, ലുക്സിന്റെ കാര്യങ്ങളില് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ചേച്ചി എന്നായിരുന്നു ഞാൻ മായച്ചിയെടുത്ത് പറഞ്ഞത്. ചേച്ചി അത് കേട്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷം തന്നെ മായച്ചി എന്റെ ചോദ്യത്തിനും ആ ഗൗരവത്തിനുള്ള മറുപടി അന്ന് തന്നെ തന്നു. മറ്റൊന്നും ആയിരുന്നില്ല പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഈ ലുക്സും കാര്യങ്ങളൊക്കെ ആര് നോക്കാൻ എന്റെ കുട്ടി? എനിക്കാണെന്നുണ്ടെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞത് ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇതുവരെ നേടിയിട്ടില്ല. പിന്നെ ആകെ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഒരു ഭർത്താവുണ്ട് നാട്ടില്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോയത്. ആ ഒരു സമയത്ത് ഇങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോ ആ ഒരു ടൈമില് ഈ ജീവിക്കാനുള്ള പെടാപ്പാടിനുള്ളില് ഇതെല്ലാം ആരും ശ്രദ്ധിക്കാനാണ് എന്ന് മായച്ചി എന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ചേച്ചിക്ക് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ട്? അപ്പോ മായച്ചനെ എന്റെ അടുത്ത് ചോദിച്ചു, നീ ഒന്ന് ഗസ് ചെയ്തേ, എനിക്കിപ്പം എത്ര വയസ്സായിട്ടുണ്ടെന്ന് എനിക്ക് ഗസ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 32. 32 അല്ല, ഏകദേശം എനിക്കൊരു 35-36 അടുത്ത് വയസ്സുണ്ട് കേട്ടോ. പക്ഷെ കണ്ടാൽ അത്രയും പറയില്ല, അതുകൊണ്ട് തന്നെയാണ് നീ 32 എന്ന് പറഞ്ഞത് എന്ന് മായച്ചി പറയുമ്പോ ഞാൻ അന്തിച്ചു പോയി. കാരണം മായച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 28 വയസ്സൊക്കെ തോന്നത്തുള്ളൂ. പക്ഷെ ആ ഒരു വണ്ണവും നീളവും അതൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് മായച്ചിക്ക് അത്രയും ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ, പിന്നെ ആ ഒരു മുതിർന്ന ആളെന്ന പോലൊക്കെ നമുക്ക് തോന്നുന്നത്. ഞാൻ മായച്ചിട്ട് പറഞ്ഞു, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതായിട്ട് ലുക്സ് ആയിട്ട് തന്നെ നടക്കണം. പിന്നെ അത് ശ്രദ്ധിക്കാതിരിക്കരുത് കേട്ടോ. പിന്നെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുഖത്തെ ഈ പുട്ടിയും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു നാച്ചുറൽ തന്നെയാണ് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത്. ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അത് ഞാൻ പറയുന്ന സമയത്ത് അമ്മായിച്ചി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ മായച്ചി പറഞ്ഞു, നീ ആദ്യം എസി ഇട്ട സമയത്ത് നല്ല തണുപ്പായിരുന്നു. ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലേ ഉള്ളൂ. ആ ടൈമിൽ അതിന്റെ ആയിരിക്കും. പിന്നെ നനവും കാര്യങ്ങളൊക്കെ ശരീരത്തിലുണ്ടായിരുന്നല്ലോ, അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്നായിരുന്നു മായച്ചി പറഞ്ഞത്. എന്നെങ്കിൽ പിന്നെ ഞാൻ കുറച്ചു നേരം ജനല് തുറന്നു വെക്കലേ, ഒരു ചെറിയ ചൂട് കാറ്റൊക്കെ അകത്തുനിന്ന് ഇങ്ങോട്ട് അടിച്ചു വരും എന്ന് പറയുമ്പോൾ മായച്ചി പറഞ്ഞു, നിന്റെ ഇഷ്ടം, നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് മായച്ചി പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ജനാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടു. അതിന്റെ ജനാല തുറന്ന സമയത്ത് തന്നെ ഞാനൊരു കാര്യം കണ്ടു. ആ ജനാലയിൽ കൂടി നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ട്. ഞാൻ പെട്ടെന്ന് മായച്ചിയോട് പറഞ്ഞു, ദേ ഇവിടെ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് മായച്ചിയെ കാണിക്കുന്ന സമയത്ത് മായച്ചി നേരെ എന്റെ അടുത്തേക്ക് നോക്കി. ദേ ഇവിടെ നിന്ന് ഒന്ന് നോക്കി എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മായച്ചി പറഞ്ഞു, ഞാനെന്താ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മായച്ചിയും കൂടെ ബാൽക്കണിക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് കാറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു കയറുന്നുണ്ട്. ചെറിയ പൊടിക്കാറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാട് പോലത്തെ ഒരു പ്രദേശമാണത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല കാട് പോലെ കിടക്കുന്നുണ്ട്. ആ ഒരു ഹോട്ടലിന്റെയും തൊട്ടടുത്ത ആ ഒരു വെളിച്ചത്തിന്റെയും ആ ഒരു വെട്ടത്തിന്റെ ഇത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് പുറത്തെ കാടിന്റെ ആ ഒരു മൂർധന്യ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മായച്ചി പെട്ടെന്ന് വീഴുന്ന പോലെ ഒന്ന് ആഞ്ഞു. ഞാൻ പിടിച്ചു നിർത്തി, ഒന്ന് ചേർത്ത് നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നേരെ വീഴുന്നത് കാട്ടിലോട്ടായിരിക്കും. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അതെ, നിനക്ക് ഉറക്കൊന്നും വരുന്നില്ല എന്റെ കുട്ടാ
എന്ന് മായച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മായച്ചിയും നോക്കി. മായച്ചിക്കും ഉറക്കമൊന്നും വരുന്നില്ലല്ലോ, പിന്നെന്താ എന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. ശേഷമാണെന്നുണ്ടെങ്കിൽ മായച്ചിയുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഗെയിംസ് എന്തെങ്കിലും നോക്കിയാലോ? ഇപ്പോ എന്തൊക്കെയായാലും പരസ്പരം ഉറക്കവും കാര്യങ്ങളൊന്നും വരുന്നില്ല, പിന്നെ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നതല്ലേ നല്ലത്. അപ്പോ മായച്ചി പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എങ്കിലും നീ പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം. എന്ത് ഗെയിമാണ് നീ പ്ലാൻ ചെയ്യുന്നേ? മൊബൈലിൽ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ നോക്കാം. ആദ്യം ചേച്ചി ഒന്ന് റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മായ ചേച്ചിയെ ആ ഒരു കട്ടിലേക്ക് പിടിച്ചിരുത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്റെ മൊബൈലായിരുന്നു യൂസ് ചെയ്യാൻ എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടാബിന്റെ അത്രയും വലിപ്പം ഇല്ല എങ്കിലും കുറച്ചുണ്ട്, അങ്ങനെ ഒരു ഫോണായിരുന്നു എന്റേത്. അങ്ങനെ ബ്രാൻഡും കാര്യങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല, അത് മാത്രം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു മൊബൈൽ ഓൺ ചെയ്തു. ആ സമയത്ത് എന്ത് ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞു, എന്ത് ഗെയിം ആയിരിക്കണം എന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്ക്. ഞാൻ ചോദിച്ചു, ചേച്ചി ചെസ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ, എന്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് അത്രയും ബുദ്ധിയും കാര്യങ്ങളൊന്നുമില്ല, അത് നീ വേറെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു മായ ചേച്ചിയുടെ ആ ഒരു മറുപടി. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ നമുക്ക് ഒരു ലൂഡോ പോലെ ആ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ അങ്ങനെ എന്തെങ്കിലും കളിച്ചാലോ? അല്ലെങ്കിൽ വേറെ വേറെ എന്താ ഉള്ള ചേച്ചി? അങ്ങനെ നീ ഏതായാലും ഓപ്പൺ ചെയ്യും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെയായിരുന്നു ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു സ്ക്രിപ്റ്റ് അത് ഓപ്പൺ ആയിട്ട് വന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്ലോസ് ചെയ്തു പെട്ടെന്ന്. അങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന സമയത്ത് തന്നെ മായ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു. ഞാനും ഒരു പുഞ്ചിരിയോടെ അത് ക്ലോസ് ചെയ്തതിനു ശേഷം ആ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ എടുത്തു വെച്ചു. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ ഇരുന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയോടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറെ സമയം ഇങ്ങനെ കളിച്ച് കളിച്ച് ആദ്യത്തെ കളിയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ജയിച്ചത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വീണ്ടും കളിക്കാം എന്ന് പറഞ്ഞിട്ട് മായിച്ചേനെ എന്നെ കൊണ്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്യിപ്പിച്ചു. ശേഷം ഞാനും മായച്ചും കൂടെ ഇങ്ങനെ വീണ്ടും കളിച്ച് കളിച്ച് അതിനുശേഷം മായച്ചി ഒരു വട്ടം ജയിച്ചു. അങ്ങനെ രണ്ടുപേരും സമനിലയായി കഴിഞ്ഞ സമയത്ത് ആ ടൈമിൽ മായച്ചിന്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് നിർത്താം, നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ ബസ്സിൽ നിന്നതിന്റെ ആണെന്ന് തോന്നുന്നു, ഈ ഇടിയും പിന്നെ കുത്തുമൊക്കെ കൊണ്ടതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. പിന്നെ നമ്മളെ രണ്ടുപേരും ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് അത്രയും പ്രശ്നം പറ്റില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? ഞാൻ പറഞ്ഞു, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഇടിയും കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യാണ്. പിന്നെ മായച്ച ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ടൈമിൽ കിട്ടിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയേനെ എന്ന് മായച്ചോട് ഞാൻ പറയുമ്പോ, അത് ശരിയാ, നീ കൂടെ ഉണ്ടായത് കൊണ്ട് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം റൂംസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്ത് ചെയ്തേനെ, ആകെപ്പൊടി പെട്ടുപോയനല്ലേ എന്ന് മായച്ചിയും എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് കൊണ്ട് ചാരിയിരിക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മായച്ചും കൂടെ ആ ഒരു കട്ടിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് മാറിയിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ ആ ഒരു അറ്റത്തും ഇപ്പുറത്തെ അറ്റത്തും കിടക്കുന്ന സമയത്ത് മായച്ചി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ നേരത്തെ ഓപ്പണായി വന്ന ആ ഒരു വീഡിയോ അല്ലേ, അതെന്താ സിനിമയാണോ എന്ന് മായച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അതൊരു സിനിമയുടെ ഒരു ഇതായിരുന്നു, പക്ഷെ ആ ഒരു ക്ലിപ്പ് സിനിമയല്ല, പക്ഷെ സിനിമ മുഴുവൻ കാണണം എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാനത് സൈറ്റിൽ ഓപ്പൺ ചെയ്തു തരാം. നല്ല സിനിമയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പിന്നെ ഒരു ആക്ഷൻ റൊമാൻറ്റിക് മൂവിയൊക്കെയാണ്, അങ്ങനെ കണ്ടിരിക്കാൻ കൊള്ളാം, പിന്നെ കണ്ടിരിക്കാതെ അതിനകത്തോട്ട് കയറി അഭിനയിക്കാൻ പറ്റുമോ? പെട്ടെന്ന് മായച്ചിയുടെ ചോദ്യം കേട്ട സമയത്ത് ഞാൻ ചിരിച്ചു. മായച്ചി ചില സമയത്ത് ഇങ്ങനെ തക്ക് പോലെ ചില തമാശകൾ അടിക്കും, അത് ആളുടെ ഒരു വൈബാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആ ഒരു മൂവി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നു. ആ ടൈമിലാണെങ്കിൽ ഞാൻ തിരയുന്ന സമയത്ത് മായച്ചി അപ്പുറത്ത് കിടന്ന മായച്ചിയാണെന്നുണ്ടെങ്കിൽ തലേന്ന് എടുത്ത് എന്റെ തൊട്ട് സൈഡിലേക്ക് വന്ന് കിടന്നു. ഞങ്ങളുടെ ആ ഒരു കട്ടിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം തലഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാരിയിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. തൊട്ട് അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഷ്യൻ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു തലയണ വേണമെങ്കിൽ വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നടു നിവർത്തി പിന്നെ തോള് അങ്ങനെ ചാരി അങ്ങനെ ഇരിക്കാൻ പറ്റും. അതായിരുന്നു ആ ഒരു തലയണയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നല്ലൊരു കപ്പിൾസിനും പിന്നെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമായിരുന്നു ആ റിസോർട്ട് ഹോട്ടൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും
മായച്ചും കൂടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തു. ആദ്യത്തെ ആ ഒരു മൂവീസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ മായച്ചി ഒരു ആകാംക്ഷയോടെ ഇന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് സബ്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ കണ്ട് മായച്ചി അത് വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മായച്ചി അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഹൊററും കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് കയറി വരാൻ തുടങ്ങി. ആ ടൈമിൽ തന്നെ മായച്ചി പെട്ടെന്ന് ഞെട്ടിപ്പോയതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, ഈ പേടിപ്പെടുത്തുന്ന കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ, റൊമാൻറ്റിക് ആക്ഷൻ ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ചെറിയ ചെറിയ ഹൊറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടൊരു മൂവിയായിരുന്നു, ഞാനത് പറയാൻ മറന്നുപോയതാ. എടാ ദുഷ്ട, നീ എന്നെ പറ്റിച്ചാണല്ലേ എന്നായിരുന്നു മായച്ചിയുടെ ചോദ്യം. ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, സീരിയസ്ലി ഞാനത് ആലോചിച്ചില്ല, അതുകൊണ്ടാണ്. ഇനി ഇതുപോലുള്ള ഹൊററും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇല്ല, ഹൊറേഴ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറവാണ്, പക്ഷെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട്. എടാ, നല്ല വൈബുള്ള ഏതെങ്കിലും സിനിമ ഇട്ടാ പോരെ? ഇങ്ങനെ ഇത്രയും ഹൊററും കാര്യങ്ങളൊക്കെ ഇട്ട് രാത്രി എനിക്ക് ഉറക്കം പോലും വരുന്നില്ല എന്നായിരുന്നു മായച്ചിയുടെ മറുപടി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്നെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മായച്ചെടുത്ത് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ വേറൊരു മൂവി ഇട്ട് കൊടുത്തു. അത് അത്യാവശ്യം ആക്ഷൻ വേണോ ചേച്ചി എന്ന് ചോദിച്ച സമയത്ത്, ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനൊക്കെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കാണും. ഇതൊക്കെയായിരുന്നു മായച്ചയുടെ മറുപടി. പിന്നെ ഒരു റൊമാൻറ്റിക് മൂവിയാണുള്ളത്. അത് ഏകദേശം ലവ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരു ഡ്രാമ മൂവിയാണ്. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് നോക്കിയാലോ? അപ്പം വായിച്ചയ്ക്ക് ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോമഡി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ? അങ്ങനെ റൊമാൻസ്, കോമഡി അങ്ങനെയുള്ളതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കടാ എന്ന് മായച്ചി പറഞ്ഞു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവി എൻ്റെ ഫോണിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്തു. അങ്ങനെ മായച്ചി അത് ആസ്വദിച്ച് കാണാൻ തുടങ്ങി. ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സീൻസ് ഒക്കെ കണ്ട് മായച്ചി നന്നായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മറ്റൊന്നുമായിരുന്നില്ല, ഞാൻ ഇട്ടുകൊടുത്ത മൂവിയല്ലേ, അത് കണ്ടിരുന്ന് ആ ഒരു രസിക്കുന്ന കാണുന്ന സമയത്ത് എനിക്കും അതിൻ്റെതായ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നി. ഞാൻ പറഞ്ഞു, മായച്ചി കൂളായിട്ടൊന്ന് കാണാട്ടോ എന്ന് പറഞ്ഞു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നീ ചിരിഞ്ഞോണ്ടിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു താഴെ റിസപ്ഷനിൽ ചെന്നിട്ട് ഒരു പുതപ്പോ കാര്യങ്ങളോ മേടിക്കാണെന്ന് വായിച്ചെടുത്ത് ചോദിച്ച സമയത്ത് വായിച്ച് പറഞ്ഞു, നീ കുഴപ്പമില്ലടാ, മീൻസ് ഇപ്പം ഇത് ഇച്ചിരി വലിപ്പമൊക്കെ ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്താൽ മതി, കംഫർട്ടായിട്ടുള്ള ഇത് സ്ഥാനമൊക്കെ തന്നെയാണ്. പിന്നെ വേറെ ഇനി വാങ്ങിച്ചുകൊണ്ടെന്ന് വല്ല മൂട്ടയോ മറ്റോ ഒക്കെ കയറിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പ്രശ്നം വരും, ഇത് യൂസ് ചെയ്തോന്ന് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പുതപ്പിനുള്ളിലേക്ക് ഞാനിങ്ങനെ കയറ്റി വെച്ചു. ആ ടൈമിൽ എനിക്ക് നല്ല കംഫർട്ട് ഫീലിങ്സ് ആയിരുന്നു ആ ഒരു ടൈമിലുണ്ടായിരുന്നത്. ഉള്ളിലാണെങ്കിൽ ചെറിയൊരു തണുപ്പും, പിന്നെ പുതപ്പിനുള്ളിലാണെങ്കിൽ ചെറിയ ചൂടും. പിന്നെ അടുത്ത് മായച്ചിരിപ്പുണ്ടല്ലോ, മായച്ചിക്ക് അത്യാവശ്യം വണ്ണമുള്ളത് കൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മദർ ടച്ചാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കുട്ടിക്കാലത്ത് എപ്പോഴോ ആ ആന്റിമാരുടെ അടുത്തും പിന്നെ ആ ഒരു മുതിർന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഞാൻ മായച്ചെടുത്ത് പറഞ്ഞു, ഇവിടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു നേച്ചറും കാര്യങ്ങളും, തൊട്ടടുത്ത് കാടും കാര്യങ്ങളൊക്കെ അല്ലേ, അതിന്റെ ഒരു വൈബ് വേറെയാണ്. മായച്ചിയും പറഞ്ഞു, അങ്ങനെയൊന്ന് എനിക്കും തോന്നി കേട്ടോ, ഈ ഒരു വൈബിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ. പിന്നെ നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ, ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ മായച്ചിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു രസം ഫീലിംഗിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു മഴ പെയ്യുന്നെന്ന് എനിക്കിങ്ങനെ തോന്നിയത്. ഞാൻ പെട്ടെന്ന് ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. ഞാൻ മായച്ചിയോട് പറഞ്ഞു, ചേച്ചി പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത് പറയുമ്പോൾ മായച്ചി ഒന്ന് കണ്ണടിച്ച് ഒന്ന് നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ. അയ്യോ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ മായച്ചിയെടുത്ത് പറഞ്ഞു, ഇപ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട്, ആ ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ച് കയറുന്നുണ്ട്. ഇപ്പോ അകത്ത് AC ഒന്ന് ഓഫ് ചെയ്തു ഞങ്ങൾ. ആ ടൈമിൽ തന്നെ ഞങ്ങൾ ആ മൂവി ഒന്ന് പൗസ് ചെയ്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് വെച്ച്. ശേഷം ഞാനും മായച്ചിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ മായച്ചി പറഞ്ഞു, നിനക്ക് മഴ നനയാൻ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല ചേച്ചി, ഇനിയാണെന്നുണ്ടെങ്കിൽ മഴ നനയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് നല്ല വൈബാണടാ, നീ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്ക്. അങ്ങനെ ഞാനും മായച്ചിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു ഡ്രസ്സ് എന്തെങ്കിലും മാറിയിട്ട് പഴയ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ടവൽ എടുത്തെടുത്തിട്ട് നേരെ ആ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല വൈബിനകത്ത് മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. മായച്ചാണെന്നുണ്ടെങ്കിൽ കൂവാൻ തുടങ്ങി അവിടെ നിന്ന്, കൂവെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എന്താണ് ഈ സ്ത്രീ കാണിക്കുന്നത്? ഇങ്ങനെ കിടന്ന്
അട്ടഹസിക്കാവോ മഴ പെയ്യുന്ന കണ്ടിട്ട് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് മായച്ചി അവിടെ നിന്ന് പോകുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് റിലാക്സ് ചെയ്യ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആയച്ചിയും കൂടെ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി നിന്നു. അപ്പോ ആ ഒരു മഴവെള്ളമൊക്കെ ഞങ്ങളുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. ലൈഫിലെ ഏറ്റവും വലിയ ഒരു നല്ല വൈബ് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഇടിയും മഴയും എല്ലാം, പിന്നെ അപരിചിതയായിട്ട് ഒരാളും. ഈ ഒരു കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ 3-ാം ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യണം എന്നുള്ളവർക്ക് ആ ഒരു 3-ാം ഭാഗം, അതായത് ഭാഗം 3 എന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം പുതിയൊരു കഥയുമായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു 3-ാം ഭാഗമായിട്ട് കാണാം. അപ്പം അതുവരെയും ബൈ ബൈ.